അപ്പം എല്ലാവർക്കും എഡ്യൂക്കേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ അത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആസിഡ് ബേസ്ഡ് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂഷ്വലി ഇക്വലൻ്റ് വെയിറ്റ് ഒക്കെ അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം പല മോളിക്യൂൾസ് ഒക്കെ നമ്മൾ നോക്കുകയാൽ ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇപ്പം പലതിനും ഇപ്പം നമ്മൾ ചിലരൊക്കെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇക്വലൻ്റ് വെയിറ്റും നമ്മുടെ നോർമൽ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റും സെയിം ആണെന്നാണ് ചിലരൊക്കെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുമ്പം അതിലും ഡിഫറൻ്റ് ആണ്. ഇപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താണ് ആദ്യം ഇക്വലൻ്റ് വെയിറ്റ് എന്ന് നോക്കാം. സോ ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ബേസിക് ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറ്റോമിക് വെയിറ്റ് ബൈ നമ്മുടെ ഈ എത്രയൊരു വാലൻസി ഉണ്ട് അതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇക്വലൻ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ അറ്റോമിക് വെയിറ്റ് ഉണ്ടല്ലോ, അറ്റോമിക് വെയിറ്റ് അപ്പോൺ വാലൻസി ഫാക്ടർ അല്ലെങ്കിൽ ഓർ മോളിക്കുലർ വെയിറ്റ് ബൈ വാലൻസി ഫാക്ടർ. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ജസ്റ്റ് ബേസിക്കലി അത് വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താണ് കാർബൺ അറ്റോമിക് വെയിറ്റ് എത്രയാണ്? 12 ആണ്. അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാണ്? 12 ആണ്. സോ അത് കാർബണിൻ്റെ വെച്ച് പറയുകയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് വാലൻസി ഫാക്ടർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് വാലൻസി ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം. സോ വാലൻസി ഫാക്ടർ മൂന്നായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഡെഫിനിഷൻസ് നമുക്ക് വാലൻസി ഫാക്ടറിന് കൊടുക്കാൻ പറ്റും. സോ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇപ്പം നോക്കുവാണെങ്കിൽ വാലൻസി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വാലൻസി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ വാലൻസി വെച്ച് നമ്മൾ വാലൻസി ഫാക്ടറിനെ പറയാൻ പറ്റും. ഇപ്പോൾ പല എലമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിലും വാലൻസി ഉണ്ടല്ലോ. ഇപ്പം സോഡിയം നോക്കുകയാണെങ്കിൽ +1 വാലൻസി, ഇപ്പം കാൽഷ്യം നോക്കുകയാണെങ്കിൽ +2 വാലൻസി, അലൂമിനിയം +3 വാലൻസി, കാർബൺ നോക്കുകയാണെങ്കിൽ +4 വാലൻസി. അങ്ങനെ ആ ഒരു ട്രെൻഡിലാണ് നമ്മൾ വാലൻസി പോകുന്നത് അല്ലേ. സോ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാലൻസി ഫാക്ടർ പറയാൻ പറ്റും. സോ അത് വെച്ച് നമുക്ക് ഇക്വലൻ്റ് വെയിറ്റും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കാൽഷ്യം ഞാൻ പറഞ്ഞു, കാൽഷ്യത്തിൻ്റെ Ca2+ ആണ് നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പം അതിൻ്റെ വാലൻസി അത് തന്നെയാണ്. സോ അത് പറയുവാണെങ്കിൽ നമ്മൾ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോൾ 40 ആണ് വരുന്നത്. കാരണം 20 എൻ്റെ അറ്റോമിക് നമ്പറാണ്, 40 എൻ്റെ അറ്റോമിക് മാസാണ്. സോ 40 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അറ്റോമിക് വെയിറ്റ് ആണ്. ഇനി വാലൻസി ഫാക്ടർ ഉണ്ട്. സോ ഇവിടെ 2 ആയതുകൊണ്ട് നമ്മുടെ ഇത് വരുമ്പോഴത്തേക്കും 20 എന്ന് വരും. അതായത് ഇതെന്താണ് കാൽഷ്യത്തിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ആണ് 20 എന്ന് പറയുമ്പോൾ. അതായത് ഇവിടെ ഈ ഒരു ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. സോഡിയം Na+ ആണ് അല്ലേ, +1 വാലൻസിയാണ് സോഡിയത്തിന് വരുന്നത്. സോ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ വരുവാണെങ്കിൽ 23/1 എന്ന് വരും. 23 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പറാണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ് വാലൻസി, +1 വാലൻസിയിലാണ് നിൽക്കുന്നത്. സോ 1 ആണ് ഇത് വരുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 23 എന്ന് വരും. ഇതിൻ്റെ സോഡിയത്തിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് 23 വരും, ഇക്വലൻ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൻഡിലായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് അലൂമിനിയത്തിൻ്റെ നോക്കിയാലോ, അതുകൂടെ നമുക്ക് നോക്കാം. സോ അലൂമിനിയം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും Al3+ ആണ് അല്ലേ. അപ്പോൾ അലൂമിനിയം നോക്കുമ്പോഴത്തേക്ക് Al3+ ആണ്. അറ്റോമിക് വെയിറ്റ് അലൂമിനിയം എത്രയാണ്? 27 ആണ് അലൂമിനിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് വരുന്നത്. സോ 27 അപ്പോൺ ഇവിടെ നോക്കുവാണെങ്കിൽ +3 അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ വാലൻസി നമ്മൾ നോക്കുവാണെങ്കിൽ 3 ആണ് അലൂമിനിയത്തിൻ്റെ വാലൻസി വരുന്നത്. സോ ഇറ്റ് ഈസ് 3. സോ ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് എത്രയുണ്ട്? 9 വരുന്നു. അതായത് അലൂമിനിയത്തിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ആണ് 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. നമ്മൾ വാലൻസി ഫാക്ടർ വാലൻസി വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ എത്ര H+ അല്ലെങ്കിൽ OH- റീപ്ലേസബിൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഇപ്പം രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് റീപ്ലേസബിൾ H+ or OH-. ഓക്കെ, ഇത് വെച്ചാണ് നമ്മൾ രണ്ടാമത്തെ കേസ് പറയുന്നത്.
ഇപ്പം എച്ച് പ്ലസ് അല്ലെങ്കിൽ ഒ എച്ച് മൈനസ് എന്നൊക്കെ അറിയാമല്ലോ, നമ്മൾ ആസിഡ് അല്ലെങ്കിൽ ബേസിക് ആ ഒരു ഇതിൽ വരുന്നതാണ് എച്ച് പ്ലസ് അല്ലെങ്കിൽ ഒ എച്ച് മൈനസ്. സോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എച്ച് പ്ലസിനാണെങ്കിൽ എച്ച് സി എൽ എന്ന് പറയുമ്പം എച്ച് പ്ലസ് പ്ലസ് സി എൽ മൈനസ് ആയിട്ടാണ് അത് ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. സോ എച്ച് സി എൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് വെയിറ്റ് നോക്കുവാണെങ്കിൽ 37 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ 35.5 പിന്നെ ഒരു 1 കൂടെ കൂട്ടുമ്പോൾ 36.5 ആണ് വരുന്നത്. സോ 36.5 എന്താണ് അതിൻ്റെ അറ്റോമിക് വെയിറ്റ് ആണ്, എച്ച് സി എല്ലിൻ്റെ അറ്റോമിക് വെയിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റീപ്ലേസബിൾ ആയിട്ടുള്ള എച്ച് പ്ലസ്, ഇവിടെ ആകെ ഒറ്റ എച്ച് പ്ലസ്സേ ഉള്ളൂ. സോ എന്താണ് വാലൻസി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും 1 ആണ് നമുക്ക് വരുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 36.5 തന്നെയാണ് നമുക്ക് വരുന്നത്. കാരണം അവിടെ ഒ എച്ച് മൈനസ് ഇല്ല, സോ അവിടെ എച്ച് പ്ലസ് മാത്രം കൺസിഡർ ചെയ്ത് നമുക്ക് മതി. ഓക്കെ, അപ്പം 36.5/1 = 36.5 ആണെന്ത് ആ ഒരു പർട്ടിക്കുലർ എച്ച് സി എല്ലിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പോവുകയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന സംഭവമാണ് സൾഫ്യൂരിക് ആസിഡ് H2SO4. സോ H2SO4ൻ്റെ കേസിൽ പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വെച്ചാണ് നമ്മൾ പർട്ടിക്കുലർ ഈ H2SO4ന് ഇത് പറയുന്നത്. അപ്പോൾ ഈ H2SO4ൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ HOS ഡബിൾ ബോണ്ടോ OH. ഓക്കെ, ഇതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ബേസിക് സ്ട്രക്ചർ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 2 OH ഉണ്ടല്ലേ, ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സെക്കൻഡ് വാലൻസി ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റീപ്ലേസബിൾ എച്ച് പ്ലസ് അല്ലെങ്കിൽ OH മൈനസ് ആണ്. അപ്പോൾ ഇവിടെ 2 OH റീപ്ലേസബിൾ ആയിട്ട് നിൽപ്പുണ്ട്. സോ അതിൻ്റെ വാലൻസി ഫാക്ടർ വരുമ്പോഴത്തേക്കും 2 വരും. സോ നമുക്ക് പർട്ടിക്കുലർ ആ ഒരു ഇതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് വരുമ്പോഴത്തേക്കും 98 ആണ് അതിൻ്റെ മാസ് അറ്റോമിക് മാസ് വരുന്നത് 98 ആണ്. സോ ഇറ്റ് ഡിവൈഡഡ് അപ്പോൺ 2. സോ 49 ആണ് ഈ ഒരു പർട്ടിക്കുലർ H2SO4ൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം 98 എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പറാണ്, മാസാണ്. 2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 OH നിൽക്കുന്നതുകൊണ്ട് 2 കിട്ടുന്നു. അപ്പോൾ 3 നിൽക്കുവാറ് വേറെ ഇത് പറയുവാണെങ്കിൽ 3 ഒക്കെ ആണെങ്കിൽ ഇവിടെ /3 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോകുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം വേറൊരു കേസ് പറയുകയാണ്. ഇപ്പോൾ H3PO4 ഫോസ്ഫോറിക് ആസിഡും PO3 ഉണ്ട്, അതുപോലെ H3PO4 ഉണ്ട് അല്ലേ. സോ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ഇവിടെ H2PO2 ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഇതേ നിൽക്കുന്നുള്ളൂ. OH മൈനസ് ആണ് അവിടെ 3 ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ആണ് നിൽക്കുന്നത്. സോ അത് ഇതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. സോ രണ്ടുമാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. ഇനി നമ്മൾ മൂന്നാമതൊരു കേസ് പോവുകയാണ്. സോ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചാണ് മൂന്നാമത്തെ ആ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത്, അതായത് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പം പെർമാംഗനേറ്റ് അയൺ നമുക്ക് കൺസിഡർ ചെയ്യാം, MnO4. സോ പെർമാംഗനേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് Mn2+ ആണ് അതാകുന്നത് അല്ലേ. ഓക്കെ, സോ ഇവിടെ കൺസിഡർ ചെയ്യുമ്പം ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാംഗനീസ് +7 ഓക്സൈഡ്, ഇപ്പോൾ പെർമാംഗനേറ്റ് നമുക്കറിയാം, ഇപ്പോൾ ചെയ്ത് നോക്കാത്തവണ് നമുക്കറിയാം. ഇപ്പം മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുക നമുക്കറിയാം. സോ അത് വെച്ച് ഇവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാംഗനീസ് നിൽക്കുന്നു, ഇവിടെ വന്നപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് മാംഗനീസ് നിൽക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ആ ഒരു ഓക്സിഡേഷൻ നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എത്ര വരും? നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 5 ആണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലേ, 5. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ വാലൻസി ഫാക്ടർ എത്രയായി? 5 ആയി. ഓക്കെ, സോ ഇവിടുത്തെ വാലൻസി ഫാക്ടർ VF = 5 വന്നു. ഇനി പെർമാംഗനേറ്റ് KMnO4 നോക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 158 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 ആണ്. 158 എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക് വെയിറ്റ്, 5 എന്ന് പറയുമ്പം അതിൻ്റെ വാലൻസി ഫാക്ടർ. ഇത് വെച്ചാണ് അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 158ഉം 5ഉം കൂടെ ചെയ്യുമ്പോഴത്തേക്കും 3
8 31.6 എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് 31.6 ആണ് എന്ത് അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ്. അതാണ് എന്ത് മൂന്നാമത്തെ മെത്തേഡായ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് കണ്ടല്ലേ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള വാലൻസി വെച്ചുള്ള ഇത്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ റീപ്ലേസബിൾ ആയിട്ടുള്ള ഇത്, കോമൺ ആയിട്ട് സൾഫ്യൂരിക് ആസിഡിന് ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം K2Cr2O7ൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. K2Cr2O7ൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് എത്രയാണ് വരുന്നത് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്.